RLV രാമകൃഷ്ണൻ, ഒരു കാര്യം കൂടി കലാമണ്ഡലം സത്യഭാമ പറയുന്നുണ്ട്. അതായത് വിധികർത്താവായി യൂണിവേഴ്സിറ്റി സ്കൂൾ കലോത്സവങ്ങളിൽ ഇരുന്നിട്ടുണ്ട്. അതിൽ ഒരു കോളം മാർക്കിടുന്ന ആദ്യ കോളത്തിൽ കുട്ടിയുടെ സൗന്ദര്യത്തെക്കുറിച്ചാണ് അതിനെത്ര മാർക്ക് എന്നുള്ളത്. അത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു പരാമർശം നടത്തിയത്. ഇതൊക്കെ തെറ്റാണ്, ഈ പറഞ്ഞതൊക്കെ തെറ്റാണെന്നുണ്ടെങ്കിൽ എന്തിനാണ് അങ്ങനെ ഒരു ചിട്ട പാലിക്കുന്നത്? അതിപ്പോഴും പിന്തുടർന്ന് പോരുന്നത് എന്തുകൊണ്ട്? അതെടുത്തു കളയേണ്ട സമയമായിട്ടില്ലേ എന്നാണ്, അതെടുത്ത് കളയണം എന്നാണ് പറയുന്നത്. ഇതിൽ ആ യുവജനോത്സവ മാനുവലിലെ ഒരു കാര്യമുണ്ട്. ആ കാര്യവുമായി ബന്ധപ്പെട്ട് ഈ കാര്യം സംസാരിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് ഒരു കാര്യം. മറ്റൊന്ന്, അതിലൊരിക്കലും കുട്ടിയുടെ സൗന്ദര്യത്തെക്കുറിച്ചല്ല പറയുന്നത്. ആ കുട്ടി ചെയ്യുന്ന നൃത്തത്തിൻ്റെ സാങ്കേതിക മികവിനെ കുറിച്ച് പറയുന്നുണ്ട്. അല്ലെങ്കിൽ ആ കുട്ടി ഉപയോഗിക്കുന്ന കോസ്റ്റ്യൂം, അല്ലെങ്കിൽ ആ കുട്ടിയുടെ മേക്കപ്പ്, പിന്നെ ചുവടുകൾ, അതുപോലെ തന്നെ അഭിനയം, അങ്ങനെയുള്ള അടവുകൾ, അതിൻ്റെ ശുദ്ധത, ഇതിനെക്കുറിച്ച് മാത്രമാണ് സ്കൂൾ കലോത്സവ വേദികളിലെ മാനുവലുകളിൽ പറയുന്നത്. ഒരു കുട്ടിയുടെ സൗന്ദര്യത്തെക്കുറിച്ച് മാർക്കിടാനായിട്ട് അതിൽ പറയുന്നില്ല. നൃത്തവുമായി ബന്ധപ്പെട്ട സൗന്ദര്യങ്ങൾ, അതായത് നൃത്തത്തിൻ്റെ സൗന്ദര്യം, ആ കുട്ടി ചെയ്യുന്ന നൃത്തത്തിൽ എത്രമാത്രം അഭിനയമുണ്ട്, എത്രമാത്രം താളമുണ്ട്, ആ കുട്ടിയുടെ അടവുകളുടെ ശുദ്ധത എത്രമുണ്ട്, ആ കുട്ടി ഉപയോഗിച്ച കോസ്റ്റ്യൂം ആൻഡ് മേക്കപ്പ്, ഇത്രയും കാര്യങ്ങളാണ് അതിൽ വരുന്നത്. അല്ലാതെ ഒരു കുട്ടി കറുത്തതാണോ വെളുത്തതാണോ സൗന്ദര്യമുള്ളവളാണോ എന്ന് നിശ്ചയിക്കാൻ ഇത് സൗന്ദര്യ മത്സരമല്ല നടത്തുന്നത്. കുട്ടിയുടെ കലാമത്സരങ്ങളിലെ കലയുടെ മികവ് കണ്ടെത്തുക എന്നുള്ളത് മാത്രമാണ്. അതുകൊണ്ട് ആ ഒരു പരാമർശം തെറ്റായിട്ടുള്ള പരാമർശമാണെന്നാണ് എനിക്ക് പറയാനുള്ളത്.